ബിഗ് ബോസ് പലപ്പോഴും നമ്മുടെ അനുമോളെ സേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് തന്നെ ജയിൽ നോമിനേഷൻ ശേഷം നമ്മുടെ ആദില, അനുമോള്, ശൈത്യ, നൂറ ഈ 4 അംഗ സംഘം അവർ സ്വയം അവരെ വിളിക്കുന്നത് ഫോർ ദി പീപ്പിൾ എന്നാണ്. ഇവർ 4 പേരും കൂടി ഇരുന്ന് അപ്പാനിയാണെന്ന് തോന്നി എന്തോ പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ മൈക്ക് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർ പറയുന്നു അങ്ങനെ ഇടരുത്, ബിഗ് ബോസ് പറയുന്നു. പക്ഷേ അനുമോൾ അങ്ങനെ ഇട്ട് സംസാരിച്ചു. ആ മൈക്ക് താഴേക്ക് വീണ് ഇവർ സംസാരിക്കാൻ തുടങ്ങിയതും ബിഗ് ബോസ് അവിടുത്തെ ഫോക്കസ് മാറ്റി അകത്തേക്കുള്ള ഫോക്കസാണ് കൊടുത്തത്. അതായത് ഈ അക്ബറും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ അക്ബർ ടീമൊക്കെ കാര്യം പറയുന്ന ആ ഭാഗത്ത്. അതിനുശേഷം അനുമോൾ പറഞ്ഞെല്ലാം കഴിഞ്ഞ് ഒരുവിധം ആയപ്പോഴാണ് ബിഗ് ബോസ് ഇവരെ കാണിക്കുന്നതും പിന്നെ മൈക്ക് പിടിച്ച് നേരെ ഇടാൻ പറയുന്നതും. അത് ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാര്യം ഇത് ഇന്നല്ല, പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ അനുമോൾ ഗാർഡൻ ഏരിയയിൽ ഇരുന്നും ഒക്കെ അവിടുത്തെ ബെഞ്ചുണ്ടല്ലോ അവിടെ ഇരുന്ന് കാര്യം പറയുമ്പോൾ ഈ മൈക്ക് പൊത്തി വെച്ച് മൈക്ക് താഴെ കിട്ടും കാര്യം പറയുന്നത്. അപ്പോഴൊക്കെ ഉടനെ ബിഗ് ബോസ് ഫോക്കസ് അവിടുത്തെ മാറ്റുകയാണ് ചെയ്തത്. അത് ശരിയായൊരു കാര്യമല്ല. മാത്രമല്ല ഇത് കഴിഞ്ഞ ആഴ്ചയും ബിഗ് ബോസ് ലാലേട്ടനൊക്കെ വാൺ ചെയ്യേണ്ട കാര്യമായിരുന്നു. കാര്യം പല പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇങ്ങനെ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്ന വ്യക്തി അനുമോളാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടാന്ന് തോന്നുന്നു, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഡ്രസ്സിങ് റൂമിൽ ഇവർ 4 പേരും 5 പേരും അപ്പോഴും രേണുസുതിയുണ്ട്. ഇവർ 5 പേരും കൂടെ ഡ്രസ്സിങ് റൂമിൽ കയറി ഇരുന്നിട്ട് മൈക്ക് ഊരി പുറത്ത് ബാത്റൂമിൽ തൂക്കിയിട്ടിട്ടാണ് അവർ അകത്ത് കയറിയിരുന്ന കാര്യം പറഞ്ഞത്. പക്ഷെ അകത്ത് മൈക്കുണ്ട്, അത് ഇവർ ശ്രദ്ധിച്ചില്ല. അതിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ചൊക്കെ എന്തോ ഒരു പറയുന്നതെന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അവിടെ കയറി ഇരുന്ന് കാര്യം പറയാൻ പാടില്ലെന്ന്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇവർ പൊത്തി പിടിച്ചൊക്കെ പറയുന്നത് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അപ്പം ഇവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒളിച്ച് വെച്ച് സംസാരിക്കുന്നത് ബഹുഭൂരിഭാഗം അനുമോളാണ്. മാത്രമല്ല അനുമോളുടെ പോസിറ്റീവ് സൈഡ് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും ടീമും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇന്ന് രാവിലെ തന്നെ അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തേക്ക് കാണിച്ചിട്ടില്ല. ഇവർ പക്ഷേ വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അനുമോൾ ഒരുപാട് മോശമായ കാര്യങ്ങൾ വാക്കുകളൊക്കെ പറഞ്ഞതായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ട് പ്രേക്ഷകർ കാണിക്കുന്നില്ല? അതായത് അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ നമ്മുടെ ആദിലയുടെയും നൂറുടെയും കാര്യം പറഞ്ഞിരുന്നു, അത് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ബിഗ് ബോസ് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം പ്രേക്ഷകർ കാണേണ്ട കാര്യങ്ങൾ പ്രേക്ഷകർ കാണിക്കണം. അല്ലാതെ അവിടെയുള്ള ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോസിറ്റീവ് സൈഡാക്കി പുറത്തേക്ക് വിടുന്നത് അതൊരു ശരിയല്ല. അതായത് ഒരു സ്ക്രിപ്റ്റ് പോലെ ഇവർക്ക് ഇന്ന ആൾ പോസിറ്റീവ് ആകണം, ഇന്ന ആൾ നെഗറ്റീവ് ആകണം എന്ന രീതിയിലൊരു സ്ക്രിപ്റ്റ്. അതേ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് അനുമോൾ പറയുന്ന പല മോശം കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല. മൈക്ക് പൊത്തി സംസാരിക്കുമ്പോൾ അത് വേണ്ട സമയത്ത് ബിഗ് ബോസ് വാൺ ചെയ്യുന്നില്ല. ഇതെനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്?